അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായും അല്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരായും നമ്മുടെ അയൽവാസികളായും പുറത്തെല്ലാം ചിരിച്ചു കാണിച്ചെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകും മറ്റുള്ളവനൊന്ന് തളർന്നു പോകണമെന്നൊരു മനോഭാവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതം വളരെ ദുഃഖത്തിലേക്ക് സ്വയമായി ഉപ്പ് അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരുടെ നാവിന് രുചി പകരുവാൻ സ്വയം അലിഞ്ഞു തീരുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ള ഓരോരുത്തരും കത്തിച്ചു വെച്ച തിരിയുടെ മുൻപിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കുന്ന വ്യക്തികളാണ്. കാരണം ഇന്നും നമ്മൾ നിഴലിലും അല്ലെങ്കിൽ ഇരുട്ടിലും ജീവിക്കാൻ വേണ്ടി കൂടുതലായി ആഗ്രഹിക്കുന്ന. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രിയ ഭവനത്തിൽ കണിയാമ്പാറ പ്രാർത്ഥന യോഗമായി കൂടി വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് നമ്മോടുകൂടെ ഈ ആരാധനയിൽ നേതൃത്വം നൽകുവാനായിട്ട് പ്രിയപ്പെട്ട ഔഗൻ മാഖൻ ഷമ്മാശൻ നമ്മളോടുകൂടെ ഉണ്ട്. ഈ നാളുകളിലൊക്കെ നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച് നമ്മുടെ ശുശ്രൂഷകൾ സഹകരിക്കുന്നു. പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ശമാശനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രയർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ വചനഘോഷണത്തിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയനച്ചൻ, പ്രാർത്ഥന കൂട്ടായ്മ അംഗങ്ങളെ ഇവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം ആദ്യം അറിയിക്കട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രാർത്ഥിക്കാം. വചനമാവുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ വചനത്തെ നിന്റെ തൃപ്പാദങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വചനം പറയുന്ന അടിയനെയും നിന്റെ കേൾക്കുന്ന മക്കളെയും അവിടുന്ന് ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിച്ച് വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് സഹായിക്കുന്നത്. കർത്താവ്, വായിച്ചു കേട്ടതുപോലെ ഉപ്പിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഞാൻ വേദഭാഗത്തിന്റെ അധ്യായം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് മടുത്ത ഒരു ഭാഗം കൂടിയാണ് ഈ ഇന്ന് വായിച്ചു കേട്ട ഭാഗം. ഞാൻ പറയുന്നതിനപ്പുറമായി ഇതിനെക്കുറിച്ച് 5-6 പ്രസംഗങ്ങൾ തിരിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അത്രത്തോളം സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭ അധ്യായമാണ്. ആദ്യത്തെ കുറച്ച് വാക്യം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 8 ഭാഗ്യവർണ്ണനകളെ കുറിച്ച് യേശുക്രിസ്തു വിവരിക്കുന്നതായിട്ട് മത്തായി സുവിശേഷകൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ആദ്യത്തെ ഒരു വസ്തുക്കളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഉപ്പിനെ കുറിച്ചും വെളിച്ചത്തെ കുറിച്ചും എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുക്കളാണ് ഉപ്പും വെളിച്ചവും എന്ന് പറയുന്നത്. ആദ്യം ഉപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അപ്പച്ചന്മാർക്കും അല്ലെങ്കിൽ എനിക്ക് ഉൾപ്പെടുന്ന സമൂഹത്തിന് എല്ലാവർക്കും ഉപ്പ് എന്ന് പറയുന്നത് എന്നും നമ്മൾ കണ്ടുമടുത്ത ഒരു വസ്തുവാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭവനങ്ങളിലായാൽ ഉപ്പ് കൊണ്ട് ഗുണവുമുണ്ട്, ഉപ്പ് കൊണ്ട് ദോഷവുമുണ്ട്. ഒരു ഭവനത്തിൽ ഭക്ഷണം വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയാൽ അവിടെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എന്നാൽ കൃത്യമായ രീതിയിൽ ഉപ്പ് ചേർത്താൽ അവിടെ ഭാര്യയെ അഭിനന്ദിക്കുന്ന ഒരു ഭർത്താവിന്റെ മനോഭാവം. അങ്ങനെ വിവിധ രീതിയിൽ ഉപ്പ് എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ട് ഉപകാരവും അല്ലെങ്കിൽ ദോഷവും ഉണ്ടാകുന്ന ഒരു സമൂഹം. എന്നാൽ ഈ ഒരു വേദഭാഗത്തിലൂടെ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം കൂടുതലായി നമ്മെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു എന്ന് നാം ചിന്തിക്കണം. പഴയ നിയമത്തിലേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ, ലേവ്യ പുസ്തകത്തിലെല്ലാം നോക്കുമ്പോൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി സമൂഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ വേദഭാഗത്തിൽ നമ്മൾ ആദ്യം വായിച്ച
വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം. നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ വീട്ടിലെ കാര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെല്ലാവരും ഭക്ഷണം വെക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ഒരിക്കൽ പോലും ഉപ്പിന്റെ പാത്രത്തിലേക്ക് കറികൾ ഒഴിക്കുന്ന ആളുകളല്ല, മറിച്ച് കറിയിലേക്കാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുന്നതിലൂടെ ആ കറി രുചികരമായി മാറുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു വരുന്നത്. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രുചി പകരുവാൻ, അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം പകരുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ഉപ്പ് എന്ന് പറയുന്നത്. മറ്റു വസ്തുക്കൾ അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ എടുത്ത് ഉപ്പിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ നമുക്കത് വായിൽ വെക്കാൻ പോലും കൊള്ളാത്ത ഒരു കാര്യമായി മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഉപ്പ് എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഉപ്പിന്റെ പാക്കറ്റ് നോക്കിയാൽ എക്സ്പയറി ഡേറ്റ് കാണാൻ നമുക്ക് സാധിക്കും. കാരണം എത്ര ഇരുന്നാലും അത് ഒലിച്ചു പോകുകയല്ല, അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരില്ല. എന്നാൽ ഉപ്പിലേക്ക് മറ്റു വസ്തുക്കൾ ചേരുമ്പോൾ ഉപ്പ് നശിച്ചു പോകുന്നു. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ഒരു ഉപ്പായി സങ്കല്പിക്കുമ്പോൾ പല ദുഷ്ടശക്തികളും പല പൈശാചിക ശക്തികളും നമ്മുടെ ജീവിതത്തെ ഉപ്പിനെ നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കളായും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായും അല്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരായും നമ്മുടെ അയൽവാസികളായും പുറത്തെല്ലാം ചിരിച്ചു കാണിച്ചെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകും മറ്റുള്ളവനൊന്ന് തളർന്നു പോകണമെന്ന ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതം വളരെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. ഈ ഒരു ഉപ്പിനെ നമ്മുടെ ജീവിതമായി സങ്കല്പിക്കുമ്പോൾ സ്വയമായി ഉപ്പ് അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരുടെ നാവിന് രുചി പകരുവാൻ സ്വയം അലിഞ്ഞു തീരുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ മറ്റൊരുത്തിന്റെ മുഖത്ത് സന്തോഷം കാണുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കിലൂടെ മറ്റുള്ളവന്റെ മുഖത്ത് ഒരു ചിരി കാണുവാൻ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദഭാഗത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന പോലെ നാം ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അലിഞ്ഞു പോകുന്നത് പോലെ നമ്മളും സ്വയം അലിഞ്ഞുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പകരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അളവറ്റ കൃപകളാണെന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു വസ്തുതയാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേദഭാഗമെല്ലാം നിങ്ങൾക്ക് സുപരിചിതമാണെങ്കിലും ഒരു നേരം കേട്ടുകൊണ്ട് അതിന് ആ നിമിഷം തന്നെ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തർ കടന്നു വരുന്നത്. ഈ വേദഭാഗത്തിലേക്ക് അടുത്തു വരുന്നതാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ രാത്രി ഒരു മണി സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, കരണ്ടൊന്നും ഇല്ലാതെ ഭവനത്തിനെ പുറത്തേക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ പറയുമ്പോൾ ഭയം കൊണ്ട് ഇറങ്ങി ചെല്ലുവാത്ത കുറെ കുടുംബ അംഗങ്ങളെ നാം കാണുവാൻ സാധിക്കും. ആ ഒരു സമയത്ത് ഒരു തിരിയുടെ വെളിച്ചമോ അല്ലെങ്കിൽ ഒരു മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. കാരണം ചുറ്റിനുമുള്ളതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഓരോരുത്തരും കത്തിച്ചു വെച്ച തിരിയുടെ മുൻപിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കുന്ന വ്യക്തികളാണ്. കാരണം ഇന്നും നമ്മൾ നിഴലിലും അല്ലെങ്കിൽ ഇരുട്ടിലും ജീവിക്കാൻ വേണ്ടി കൂടുതലായി ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം. ഇന്നത്തെ കാലത്ത് അന്ധകാരത്തെ മറന്നുകൊണ്ട് വെളിച്ചത്തിൽ ജീവിക്കുമ്പോഴാണ് കൂടുതലായി നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ ഒരു വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്കെല്ലാം യാചകന്മാരും അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടൊക്കെ അനേകം പേർ വരുമ്പോൾ അവരെയെല്ലാം നാം ആട്ടി പറഞ്ഞയക്കുന്നതായി കാണാം. എന്നാൽ ചില ഭവനങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുവാൻ, അവർക്ക് എന്താണ് ഒരു ആവശ്യമെന്ന് പറഞ്ഞ് മൊത്തമായി പറ്റിയില്ലെങ്കിലും അവർക്ക് ചെറിയ രീതിയിൽ അവരെ സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹത്തിലേക്ക് കർത്താവായി അല്ലെങ്കിൽ ദൈവം നയിക്കുന്ന ഒരു വസ്തുതയായി മാറും. ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷമകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ആ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് അവരെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ വീടിന് അപ്പുറത്തുള്ള ഒരു അമ്മച്ചി വയ്യാതെ കിടക്കുമ്പോൾ ഞങ്ങൾ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് മറ്റൊരു ഭവനത്തിലെ അമ്മച്ചി വന്നുകൊണ്ട് സംഭാഷണം പറയുന്നത് കേട്ടു. അവിടെ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് മരിച്ചുപോയാൽ സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലോ, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കണ്ട എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ ഒരു വസ്തുത ശരിയാണെങ്കിലും ആ വയ്യാതെ കിടപ്പിലായിരിക്കുന്ന രോഗിക്ക് ഇത് കേട്ടുകൊണ്ടാൽ
ആ പകുതി ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിന്റെ ജീവിതം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ എത്ര പേരുടെ സൗഖ്യപ്പെടും, തിരിച്ച് പള്ളിയിലേക്കൊന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മുടെ മനസ്സിലൂടെ പറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകളാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ സമൂഹം എടുത്തു നോക്കുമ്പോൾ, ഇന്നത്തെ യുവതലമുറ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ നാം ഓരോരുത്തരും എടുത്തു നോക്കുമ്പോൾ ഇരുട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പള്ളിയിലേക്ക് വരാതെ മറ്റു രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വേദഭാഗം നമ്മെ കൂടുതലായി മനസ്സിലാക്കിക്കുന്നത് തിരിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുവാനും, ദൈവ വഴിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്നും, വെളിച്ചത്തെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹപ്രദമാണ്. മിന്നാമിനിങ്ങിനെ പോലെ പറന്നുകൊണ്ട് നമുക്ക് പ്രകാശിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. എന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം പകരുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുഞ്ചിരി കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പൊൻതൂവലായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം. അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം കെടുത്താൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ അയൽവാസിയുടെ ജീവിതം അവനെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം, അല്ലെങ്കിൽ അവനെ എത്രത്തോളം നശിപ്പിക്കാം എന്ന് കരുതാതെ അവനെ എങ്ങനെ ഉയർത്താം, അല്ലെങ്കിൽ അവനെ നമ്മളെക്കാളും സാമ്പത്തികമായി അവൻ താഴ്ന്നിട്ടാണെങ്കിൽ അവനെ എങ്ങനത്തോളം കുറച്ചും കൂടി ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ മാത്രമേ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ ഗിരിപ്രഭാഷണത്തിലൂടെ പുരുഷാരത്തെ കണ്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് വെറുതെയല്ല, മറിച്ച് ഇനി വരുന്ന തലമുറ കർത്താവായ യേശു ദൈവത്തിന്റെ വഴിയിലൂടെ കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതം നാം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട്, നാം സ്വയം അലിഞ്ഞു ചേർന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. മത്തായി സുവിശേഷകൻ ഈ ഒരു വേദഭാഗം അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതലായി നമ്മുടെ ജീവിതം കൂടുതലായി ഈ വേദഭാഗത്തിലേക്ക് കൊണ്ടുവരണം. ഉപ്പായും വെളിച്ചമായും തീരണം. മറിച്ച് ഉപ്പിനെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ എന്തൊന്നുകൊണ്ട് രസം വരുത്തുവാന്നും ചോദിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണേ, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള നമ്മുടെ ജീവിതം ഇത്രത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്തു, ഒരു വർഷക്കാലം നമ്മൾ അനേകം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ അതിനപ്പുറം അതിനേക്കാളപ്പുറം നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമായി ഉപ്പായി തീർന്നിട്ടുണ്ടെങ്കിലും ഇനിയുള്ള കാലം അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കൊരിഞ്ഞ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം കൂടുതലായി പ്രയത്നിക്കണം. ഈ വേദഭാഗത്തിൽ പറഞ്ഞതുപോലെ ഉപ്പായും വെളിച്ചമായും, ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും തീരുവാൻ നമുക്കും ഓരോരുത്തർക്കും സാധിക്കും. നമ്മളെല്ലാവരെയും സുവിശേഷകന്മാരെയും പട്ടക്കാരെയും എടുത്തു നോക്കുമ്പോൾ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളിലേക്കെല്ലാം ചെന്നുകൊണ്ട് ഒരു ആശ്വാസം പറയുമ്പോൾ, ദൈവത്തിന്റെ വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഭവനം ആശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭവനം കരകയറുമ്പോൾ അത് ദൈവത്തിന്റെ വാക്കുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പട്ടക്കാരും സുവിശേഷകരും ഏത് വ്യക്തികളാണെങ്കിലും അതിലൂടെ അവരുടെ ജീവിതം വെളിച്ചത്തിലേക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു രസം പകരുക, അല്ലെങ്കിൽ രുചി പകരുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരുടെ ജീവിതം രുചി പകരുവാനും, മറ്റുള്ളവരുടെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണമായതിനെ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹങ്ങളും ആശീർവാദവും പ്രിയരെ നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വിശേഷമായി ഭവനത്തോടും ഇതിൽ പാർക്കുന്നതിന് മക്കളോടുകൂടെ ദൈവം അനുഗ്രഹിക്കുക ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ.